ഇറാന് നേരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരന്തരം ഭീഷണികൾ ഉയർത്തുമ്പോഴും മിഡിൽ ഈസ്റ്റിൽ ആക്രമണം അഴിച്ചുവിടുകയാണ് ഇറാൻ. ഏറ്റവും പുതിയതായി വടക്കൻ കുവൈറ്റിൽ അമേരിക്കൻ സൈനിക താവളത്തിന് സമീപം നിരവധി സ്ഫോടനങ്ങളും വലിയ തോതിലുള്ള തീപിടുത്തവും ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കുവൈറ്റിലെ പ്രധാന അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലൊന്നായ ക്യാമ്പ് ദോഹ ലക്ഷ്യമിട്ട് ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഈ സംഭവത്തിൽ കുവൈത്ത് അമേരിക്കൻ അധികൃതരുടെ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അമേരിക്കൻ സൈനിക കേന്ദ്രത്തിന് നേരെ കുറഞ്ഞത് 3 ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഈ സംഭവത്തെക്കുറിച്ച് അറിവുള്ള ആളുകൾ പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ തസ്നീം ന്യൂസ് ഏജൻസിയും കുവൈറ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടായ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുവൈറ്റിന്റെ മധ്യഭാഗത്ത് വലിയ തീപിടുത്തം ഉണ്ടായതായി മറ്റ് ഇറാനിയൻ മാധ്യമങ്ങളും പറയുന്നു. വടക്കൻ കുവൈറ്റിൽ നിന്നും നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ടാണ് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത്. സംഭവ സ്ഥലത്ത് നിന്നുള്ളതായി പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ ദൂരത്തു നിന്നും കാണാവുന്ന തരത്തിൽ വലിയ രീതിയിലുള്ള തീയും പുകപടലങ്ങളും ഉയരുന്നത് കാണാമെന്നാണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത്. കുവൈത്തിനോട് അതിർത്തി പങ്കിടുന്ന ഇറാഖിലെ ബസ്ര പ്രവിശ്യയിലും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പറയുന്നു. അതിനിടെ കുവൈറ്റിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഡ്രോണുകളെ നേരിടാൻ സജീവമാണെന്ന് കുവൈറ്റിലെ പ്രാദേശിക ചാനലുകളും പറഞ്ഞിരുന്നു. എന്നാൽ എത്ര ഡ്രോണുകളാണ് എത്തിയതെന്നോ അവയെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടഞ്ഞോ അല്ലെങ്കിൽ നശിപ്പിച്ചോ എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ നടന്ന ഈ സംഭവത്തിൽ ആളപായമോ സൈനിക കേന്ദ്രങ്ങൾക്കുണ്ടായ നാശനഷ്ടമോ സംബന്ധിച്ച വിവരങ്ങളും നിലവിൽ ലഭ്യമല്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇറാനെതിരെ വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കി അമേരിക്കയുമായി കരാറിൽ ഏർപ്പെടാൻ തയ്യാറാകണമെന്നും അല്ലെങ്കിൽ ഇറാൻ പൂർണ്ണമായും കീഴടങ്ങണമെന്നും ട്രംപ് പറയുന്നു. ഇറാന് 2 വഴികളാണ് അവരുടെ മുന്നിലുള്ളത്. ഒന്നില്ലെങ്കിൽ കരാർ, അല്ലെങ്കിൽ പൂർണ്ണമായ കീഴടങ്ങൽ. ഇതാണ് ട്രംപ് പറയുന്നത്. അമേരിക്ക അറിയാതെ അല്ലെങ്കിൽ അമേരിക്കയുടെ അനുവാദം ഇല്ലാതെ ഇറാനിലേക്ക് ഒരു വസ്തു പോലും കടന്നു വരില്ലെന്നും ട്രംപ് പറയുന്നുണ്ട്. ഇറാന് ഒരിക്കലും ഇനി ആണവായുധം നിർമ്മിക്കാൻ കഴിയില്ല. ഹോർമുസിന്റെ നിയന്ത്രണം ഇറാന്റെ കൈവശമാണെന്നാണ് അവരുടെ അവകാശവാദം. എന്നാൽ ഹോർമുസ് കരടുക്ക് തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറയും. ഇറാന്റേത് ഒരുതരം ഇരട്ടത്താപ്പാണ്. തങ്ങളോട് ചർച്ചയ്ക്കായി ഇറാൻ യാചിക്കുമ്പോഴും പുറമെ ചർച്ചയ്ക്ക് ഇല്ലെന്നാണ് അവർ പറയുന്നത്. ഒമാന്റെ മധ്യസ്ഥതയിലൂടെ മാത്രമാണ് ചർച്ച നടത്തുന്നതെന്ന് ഇറാൻ അഭിമാനത്തോടെ പറയുമ്പോഴും അവർ തങ്ങളോട് സഹകരിക്കുന്നുണ്ടെന്നും ട്രംപ് പറയുന്നു. കരാറിന്റെ വിവരങ്ങൾ ട്രംപ് ഉടൻ പുറത്തുവിടുമെന്നും ട്രൂത്ത് സോഷ്യലിലൂടെ പറയുന്നുണ്ട്. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ സംയുക്തമായി ആക്രമിക്കാൻ ഇസ്രയേലും അമേരിക്കയും തീരുമാനിച്ചതായി ചില വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് CBS ന്യൂസ് ആണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. തയ്യാറെടുപ്പുകൾ നടത്താൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയ ഡൊണാൾഡ് ട്രംപ് ആക്രമണത്തിനായുള്ള അന്തിമ അനുമതി നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഈ സാഹചര്യം നിലനിൽക്കെയാണ് ഇപ്പോൾ കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാൻ വലിയ തോതിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതോടെ ഏത് നിമിഷവും സംഘർഷം മൂർച്ഛിക്കാം എന്ന കണക്കുകൂട്ടലിലാണ് ലോകരാജ്യങ്ങൾ.